കോഴിക്കോട് കൂടരഞ്ഞിയിൽ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങി ഏറെ നാളായി പ്രദേശത്ത് കറങ്ങി നടന്ന പുലിയാണ് കൂട്ടിലകപ്പെട്ടത്. മുൻപ് പ്രദേശത്ത് ഒരു വീട്ടമ്മയെയും ആടിനെയും ഉൾപ്പെടെ പുലി ആക്രമിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് സ്ഥലത്ത് കൂട് സ്ഥാപിച്ചത്. ഈ കൂട്ടിലാണ് പുലി അകപ്പെട്ടത്. ഇപ്പോൾ വിവരങ്ങളുമായി അഭിന ചേരുന്നുണ്ട്. അഭിന, കോഴിക്കോട് കൂടരഞ്ഞിയിലെ പുലിയെക്കുറിച്ച് വാർത്തകൾ നൽകിയിട്ടുണ്ടായിരുന്നു. ഏറെ നാളായി ഇത്തരത്തിൽ ഈ പ്രദേശത്ത് പുലി ഉണ്ടെന്നുള്ള വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ പുലി കുടുങ്ങിയിരിക്കുകയാണല്ലേ? തീർച്ചയായും ഹരിത, കഴിഞ്ഞ ഒരാഴ്ചയോളമായി ഈ ഒരു പ്രദേശത്ത് ഭീതി പടർത്തിയിരുന്ന ഒരു പുലിയാണ് ഇപ്പോൾ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ അകപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് നാട്ടുകാരുടെ ഏറെ കാലത്തെ ഒരു ആശങ്ക ഇപ്പോൾ ചെറുതായി ഒന്ന് ഒഴിയുകയാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതായത് ഈ ഒരു പ്രദേശത്ത് വന്യജീവി ആക്രമണം തുടരെ കൂടുന്ന ഒരു അവസ്ഥ തന്നെയാണ്. നേരത്തെ പുലിയായിട്ടും അതുപോലെ തന്നെ കടുവയായിട്ടും കാട്ടുപോത്തായിട്ടും ഈ ഒരു പ്രദേശത്ത് ഇങ്ങനെ തമ്പടിച്ച് നിൽക്കുന്ന ഒരു സ്ഥിതി തന്നെയാണ്. അതുകൊണ്ട് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ തോതിൽ ഇപ്പോൾ ഒരു ഭീതി ഒഴിഞ്ഞു എന്നുള്ളത് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമുക്കറിയാം, കൂടരഞ്ഞിയിലെ ഗ്രേസി എന്ന വീട്ടമ്മയെ അടക്കം പുലി ഓടിച്ച് ആക്രമിച്ച ഒരു സംഭവം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിന് പിന്നാലെ തന്നെ അവരുടെ തന്നെ ഒരു വളർത്തുനായയും അതുപോലെ തന്നെ ആടിനെ ഉൾപ്പെടെ കടിച്ചു കൊല്ലുന്ന ഒരു സ്ഥിതിയിലും ഉണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ നായയെ കടിച്ചുകൊണ്ട് വനത്തിനുള്ളിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്നും മൃതദേഹം ഈ ജഡം കണ്ടെത്തുന്നതും ഉൾപ്പെടെ ഈ ഒരു പ്രദേശത്ത് ഉണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ കേഴ ഉൾപ്പെടെ ഈ ഒരു സംഭവത്തിന് ശേഷം വനവകുപ്പ് ക്യാമറയും അതുപോലെ തന്നെ കൂടടക്കം സ്ഥാപിച്ചിരുന്നു. ഈ കൂടിനടുത്ത് നിന്ന് തന്നെ ഒരു കേഴയുടെ ജഡം ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് വനപാലകർ വലിയ രീതിയിൽ ഒരു നിരീക്ഷണം ഈ ഒരു പ്രദേശത്ത് നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അന്നൊന്നും ഈ ഒരു പുലിയെ കണ്ടെത്താനോ അല്ലെങ്കിൽ പുലിയൊരു CCTV ക്യാമറയിൽ പോലും ഉൾപ്പെടാത്ത ഒരു സ്ഥിതിയിലാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ഏറെക്കാലത്തെ ഒരു കാത്തിരിപ്പിനൊടുവിൽ പുലി അകപ്പെട്ടു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഏതായാലും ഇനി പുലിക്ക് ഏതെങ്കിലും തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ മുറിവുകളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ഒരു വ്യക്തത വന്നതിന് ശേഷം, ഒരു നിരീക്ഷണത്തിന് ശേഷം മാത്രമേ മറ്റു നടപടികൾ ഉണ്ടാകൂ എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കൂടാതെ നേരത്തെയും വനവകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇത് സംബന്ധിച്ചുള്ള യോഗങ്ങളടക്കം നടക്കാനിരിക്കെയാണ് ഇത്തരത്തിലൊരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്നുള്ളതാണ്. കൂടരഞ്ഞിയെ സംബന്ധിച്ചിടത്തോളം ഏറെ നാളത്തെ ഒരു ആശങ്ക ഒഴിയുന്നത് തന്നെയാണ് എന്നുള്ളതാണ്. ഇനിയുള്ളത് അത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നതായും വീട്ടുകാരും നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വീടിന് അടുത്തുള്ള ആളുകളൊന്നും പുറത്തേക്ക് ഇറങ്ങരുത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പഞ്ചായത്ത് അധികൃതർ ഉൾപ്പെടെ ഈ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വൈകിട്ട് നാട്ടുകാരെല്ലാവരും തന്നെ ഈ വൈകുന്നേരങ്ങളിലാണ് ഏറെ കൂടുതലും ഈ ചെലവഴിക്കുന്നത് കൂടരഞ്ഞിയിലെ ഇടങ്ങളിലെല്ലാം. അതുകൊണ്ട് തന്നെ ഏറെ കൂടുതലും ആളുകൾ പറയുന്നത് ഈ സമയങ്ങളിലൊന്നും തന്നെ പുറത്തിറങ്ങരുത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അറിയിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികളുടെ പഠനം പോലും മുടങ്ങിയിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥ തന്നെയായിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഏതായാലും ഇതിനൊക്കെ ഒരു അന്ത്യം എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ പുലി കുടുങ്ങിയിരിക്കുകയാണ്. ഇനി കാട്ടുപോത്ത് ഉൾപ്പെടെയുള്ള ഈ വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് തടയാനുള്ളതാണ് ഇനി കണ്ടെത്തേണ്ടത് എന്നുള്ളതാണ് നാട്ടുകാർ പ്രധാനമായും പറയുന്ന അല്ലെങ്കിൽ ഉന്നയിക്കുന്ന ഒരു ആവശ്യം. ഹരിത, അഭിന, ഇപ്പോൾ ഈ കുടുങ്ങിയ പുലിയെ ഇനി എങ്ങോട്ടാണ് കൊണ്ടുപോകുക? തുടർന്നുള്ള വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ? ഹരിത, നിലവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, അതായത് ഈ പുലിയുടെ ആരോഗ്യം സംബന്ധിച്ച കാര്യങ്ങൾ, അതായത് ഈ പുലിക്ക് ഏതെങ്കിലും തരത്തിൽ മുറിവുകൾ സംഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും മുറിവുകളോ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വന്നതിന് ശേഷം മാത്രമേ മറ്റു നടപടികൾ സ്വീകരിക്കൂ എന്നുള്ളതാണ് വനപാലകർ ഉൾപ്പെടെ പറയുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഇതിനുശേഷം മാത്രമായിരിക്കും മറ്റു നടപടികളെല്ലാം സ്വീകരിച്ചു വരിക. ശരി. കോഴിക്കോട് കൂടരഞ്ഞിയിൽ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങി ഏറെ നാളായി പ്രദേശത്ത് കറങ്ങി നടന്ന പുലിയാണ് ഇപ്പോൾ കൂട്ടിലകപ്പെട്ടത്. വിശദാംശങ്ങളാണ് അഭിന നൽകിയത്. പാലക്കാട്